കോയമ്പത്തൂരിൽ നിന്നും കോൺഗ്രസും DMKയും ഇടത് പാർട്ടികളും BJPയുമെല്ലാം വിജയിച്ചിട്ടുണ്ട്. പലപ്പോഴായി മുന്നണി സംവിധാനത്തിലൂടെയാണ് പാർട്ടികളെല്ലാം വിജയിച്ചത്. ADMK പിന്തുണയോടെയാണ് കഴിഞ്ഞ തവണ CPMന്റെ PR നടരാജൻ വിജയിച്ചത്. ഇത്തവണ ADMKയുടെ പിന്തുണയില്ലാതെയാണ് ഇടതുപക്ഷം മത്സരിക്കുന്നത്. കോയമ്പത്തൂരിൽ നിന്നും ആദ്യമായി ADMK ജനവിധി തേടുകയാണ്. DMK കോൺഗ്രസ് സഖ്യം തകർന്നത് കോയമ്പത്തൂരിലെ മത്സരം കടുപ്പിക്കുന്നു. കോൺഗ്രസും DMKയും പ്രത്യേകം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഭരണത്തിൽ അധികാരം പങ്കിട്ടിരുന്ന ഇരു പാർട്ടികളും ഇപ്പോൾ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. காங்கிரஸ் அவருடைய மத்திய அரசிலே இருந்தபோது காங்கிரஸினுடைய நடவடிக்கைகள் சரியில்லாத காரணத்தால் திமுக காங்கிரஸை சேர்த்துவதில்லை என்று முடிவு செய்து தனியாக போட்டியிடுகிறது. மேலிட தலைவர்கள் அதை ஏற்றுக்கூடாதுங்கிறதா இங்கே இருக்க தமிழ்நாட்டில் இருக்கிற காங்கிரஸ்காரர்களோட விருப்பம். அவங்க அவங்களோட தேவைக்கு வர்றது, அவங்க தேவை முடிஞ்சால் வெளியே போகிறது, திமுகவோட அதாவது 9 ஆண்டு காலம் പദവി സുഖത്തെ അനുഭവിച്ചിട്ട് ഇപ്പോൾ കോൺഗ്രസ് കുറെ சொல்றாங்க. 2G സ്പെക്ട്രം കേസിൽ DMK നേതാക്കൾ ശിക്ഷിക്കപ്പെട്ടത് മുതൽ തമിഴ്നാട്ടിൽ കോൺഗ്രസ് DMK ബന്ധത്തിന് ഉലച്ചിൽ സംഭവിച്ചിരുന്നു. ADMK കോയമ്പത്തൂരിൽ വിജയിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റുന്നുണ്ട്. തങ്ങളുടെ വോട്ട് ബാങ്ക് വഴിയാണ് ഇടതു പാർട്ടികൾ ജയിച്ചു വന്നതെന്ന് പറയാൻ ADMKയ്ക്ക് വിജയം കൂടിയേ മതിയാവൂ. BJPയും മത്സരരംഗത്ത് ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട്. ഇടതു പാർട്ടികൾ ADMK ഇല്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. കോൺഗ്രസ് ആകട്ടെ DMKയുടെ കൂടെയും ചേർന്നിട്ടില്ല. ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിജയം അനിവാര്യമാകുന്നു. കോയമ്പത്തൂരിലെ തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുകയാണ്. കോയമ്പത്തൂരിൽ നിന്നും ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂരിനോടൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1. ഇനി തെരഞ്ഞെടുപ്പിന്റെ ചരിത്രപഥങ്ങളിലേക്ക്. മണ്ഡൽ കമ്മീഷനും ബാബരി മസ്ജിദ് തകർച്ചയുമായിരുന്നു 10ാം ലോക്സഭയിലെ പ്രധാന വിഷയം. 2 വർഷത്തിനിടെ 3 പ്രധാനമന്ത്രിമാർ ഭരിച്ചുവന്ന അപൂർവതയാണ് 11ാം ലോക്സഭയിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം. രാജ്യത്തെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് സർക്കാർ സർവീസിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 27% സംവരണം ശുപാർശ ചെയ്ത മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് VP സിംഗ് സർക്കാർ നടപ്പാക്കിയതും രാമക്ഷേത്ര നിർമ്മാണത്തെ തീവ്ര ഹിന്ദുത്വ അജണ്ടയിലെ മുഖ്യ ഇനമായി BJP അവതരിപ്പിച്ചതുമായിരുന്നു 10ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കിയത്. ഒൻപതാം ലോക്സഭ തെരഞ്ഞെടുപ്പിന് ശേഷം 16 മാസങ്ങൾക്ക് ശേഷം രാജ്യം വീണ്ടും പോളിംഗ് ബൂത്തിലെത്തി. മണ്ഡൽ കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കാനുള്ള തീരുമാനം രാജ്യത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളാകെ മാറ്റിമറിച്ചിരുന്നു. ഉത്തരേന്ത്യയിൽ കോൺഗ്രസിനൊപ്പം നിന്നിരുന്ന ജാതി വിഭാഗങ്ങളൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങിയ കാലം. VP സിംഗ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന പ്രതീതി. പക്ഷേ പ്രചാരണത്തിനിടെ രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടത് തെരഞ്ഞെടുപ്പ് ചിത്രത്തെ ആകെ മാറ്റി. മണ്ഡൽ ശുപാർശകൾ എതിർത്ത ഉയർന്ന ജാതിക്കാർ ആരംഭിച്ച പ്രക്ഷോഭം രാജ്യത്ത് പലയിടത്തും അക്രമാസക്തമായിരുന്നു. ഇത് മുതലെടുക്കാനുള്ള ശ്രമത്തിനൊപ്പമാണ് അയോധ്യയിൽ ബാബരി മസ്ജിദ് നിന്നിരുന്നിടത്ത് രാമക്ഷേത്രം പണിയണമെന്ന ആവശ്യം BJP മുന്നോട്ട് വെച്ചത്. രാജ്യത്ത് വർഗീയ ധ്രുവീകരണമുണ്ടാക്കാൻ അയോധ്യ സമർത്ഥമായി ഉപയോഗിക്കപ്പെട്ടതും 1991 കാഴ്ചയാണ്. ൽ 3 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചത്. കോൺഗ്രസ്, BJP, ജനതാദളിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ മുന്നണി എന്നിങ്ങനെ ത്രികോണ മത്സരം. ആദ്യഘട്ട പോളിംഗ് മെയ് 20 നടന്നു. പിറ്റേന്ന് തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിനിടെ രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടു. LTTE ചാവേറുകളാണ് ആക്രമണം നടത്തിയത്. തുടർന്ന് ജൂൺ പകുതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചു. ജൂൺ 12, 15 ദിവസങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. എക്കാലത്തെയും കുറഞ്ഞ പോളിംഗാണ് രേഖപ്പെടുത്തിയത്, 53%. ഒരു കക്ഷിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ടായില്ല. രാജീവ് ഗാന്ധി വധം സൃഷ്ടിച്ച സഹതാപ തരംഗത്തിന്റെ ബലത്തിൽ 252 സീറ്റുകളോടെ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. 121 സീറ്റുകളോടെ BJP 2ാം സ്ഥാനത്തും 63 സീറ്റുകളോടെ ജനതാദൾ 3ാം സ്ഥാനത്തുമെത്തി. 1991 ജൂൺ 21 സഭയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ കോൺഗ്രസിലെ PV നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. അതുവരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പരിചിതനല്ലാതിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ധനമന്ത്രിയും. സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ വേഗം കൂട്ടിയ നരസിംഹറാവു സർക്കാർ രാജ്യത്ത് ആദ്യമായി കാലാവധി തികയ്ക്കുന്ന ന്യൂനപക്ഷ സർക്കാരുമായി. അവിശ്വാസ പ്രമേയത്തെ അതിജീവിക്കാൻ MP-മാരെ വിലക്കുവാങ്ങിയതെന്നടക്കം നിരവധി ആരോപണങ്ങൾ സർക്കാർ നേരിട്ടു. സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെയൊക്കെ മാറ്റിമറിക്കാൻ കാരണമായ ബാബരി മസ്ജിദ് ധ്വംസനവും നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കെയാണ്. പതിനൊന്നാം ലോക്സഭ. 2 വർഷം നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റെ തുടക്കമായിരുന്നു 1996 തെരഞ്ഞെടുപ്പ്.
1996 മുതൽ 98 വരെ 3 പ്രധാനമന്ത്രിമാർ ഇന്ത്യയെ ഭരിച്ചു. ആർക്കും കാലാവധി പൂർത്തിയാക്കാനായില്ല. PV നരസിംഹറാവുവിനും കോൺഗ്രസ് സർക്കാരിനുമെതിരെ ഉയർന്ന പ്രധാന ആരോപണം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വിദേശ നിക്ഷേപകർക്കായി തുറന്നുകൊടുത്തു എന്നതായിരുന്നു. എന്നാൽ റാവു അനുകൂലികൾ അദ്ദേഹത്തെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ രക്ഷിച്ചയാളായിട്ടായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. മെയ് 1 കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളായിരുന്ന അർജുൻ സിംഗും ND തിവാരിയും കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടിയുണ്ടാക്കി. റാവു സർക്കാർ തലവേദനയായ വിഷയങ്ങൾ നിരവധിയായിരുന്നു. ഹർഷദ് മേത്ത ഓഹരി തട്ടിപ്പ്, രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണത്തെക്കുറിച്ചുള്ള വോറ കമ്മീഷൻ റിപ്പോർട്ട്, ജെയിൻ ഹവാല പണമിടപാട്, തണ്ടൂരി കൊലക്കേസ്, അങ്ങനെ പലതും. 1996 തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ തൂക്കുസഭയിൽ വലിയ കക്ഷികളെ ചെറുകക്ഷികൾ നിയന്ത്രിച്ചു. MP-മാരുടെ അംഗസംഖ്യ 2 അക്കത്തിലെത്തിയ പാർട്ടികളുടെ എണ്ണം 13-ലെത്തി. BJP 163, ഇന്റർനാഷണൽ കോൺഗ്രസ് 140, CPM 32, ജനതാദൾ 30, TMC മൂപ്പനാർ 20, SP 18, DMK 17, TDP 17, RJD 15, ശിവസേന 15, CPI 12, SP 11 സീറ്റുകൾ നേടി. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJPയെ സർക്കാർ രൂപീകരണത്തിനായി രാഷ്ട്രപതി ക്ഷണിച്ചു. ഭൂരിപക്ഷം ലഭിക്കില്ലെന്നുറപ്പായിട്ടും പ്രധാനമന്ത്രിയായി AB വാജ്പേയി സത്യപ്രതിജ്ഞ ചെയ്തു. മെയ് 16 ലോക്സഭയിൽ വിശ്വാസ വോട്ടിനെ നേരിട്ട വാജ്പേയി പരാജയപ്പെട്ടു. പ്രധാനമന്ത്രി സ്ഥാനത്ത് 13 ദിനം മാത്രം വരുന്ന വാജ്പേയി രാജിവെച്ചു. അടുത്ത ഊഴം ദേവഗൌഡയ്ക്കായിരുന്നു. ജൂൺ 1 കോൺഗ്രസ് പിന്തുണയോടെ ഗൌഡ അധികാരമേറ്റു. 10 മാസത്തിനു ശേഷം കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചതോടെ രാജിവെച്ചു. ഗൌഡ മന്ത്രിസഭയിൽ വിദേശകാര്യമന്ത്രിയായിരുന്ന IK ഗുജറാളിനായിരുന്നു അടുത്ത ഊഴം. 1997 ഏപ്രിലിൽ അധികാരമേറ്റ ഗുജറാളിന് പിറ്റേ വർഷം മാർച്ചിൽ രാജിവെക്കേണ്ടി വന്നു. പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ് വീണ്ടും വില്ലൻ റോളിലെത്തി. ഇലക്ഷൻ ഡെസ്ക്, മീഡിയ 1. തെരഞ്ഞെടുപ്പും താരങ്ങളും. രാജസ്ഥാനിലെ ടോക്സവോയ മാധവ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുഹമ്മദ് അസ്ഹറുദ്ദീൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ വ്യത്യസ്തമാക്കുന്നത് ഭാര്യ സംഗീത ബിജിലാനിയുടെ സാന്നിധ്യമാണ്. തൻ്റെ താരമൂല്യം ഭർത്താവിൻ്റെ വിജയത്തിനായി ഉപയോഗിക്കുകയാണ് സംഗീത. പഴയ നിർമാ സോപ്പിന്റെ പരസ്യത്തിനൊപ്പം മറക്കാത്ത മുഖമാണ് സംഗീത ബിജിലാനിയുടേത്. അതുകൊണ്ട് തന്നെ സംഗീതയെ കാണുമ്പോഴേക്കും ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾ തടിച്ചുകൂടുന്നു. 1995 ശേഷം സംഗീത സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. പക്ഷേ താരപ്രഭയ്ക്ക് ഇപ്പോഴും കുറവില്ല. കഴിഞ്ഞ തവണ ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ നിന്നായിരുന്നു അസ്ഹറുദ്ദീൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ ഇത്തവണ മണ്ഡലം മാറി രാജസ്ഥാനിലെ സവോയ് മാധവ്പൂരിലെത്തിയത് മൊറാദാബാദിലെ എതിർപ്പ് കൊണ്ടാണ്. മുസ്ലിം വോട്ടുകൾ കൂടിയുള്ള സവോയ് മാധവ്പൂരിൽ അസർ വിജയപ്രതീക്ഷയിലാണ്. സംഗീതയും that was also very close to my heart because that's the first time I ever campaigned over there and I like it over here. ഗ്രാമപ്രദേശങ്ങളിലെ പ്രചരണ പരിപാടികളിലും റോഡ് ഷോകളിലും സംഗീത പങ്കെടുക്കുന്നു. ഭർത്താവിന്റെ വിജയത്തിനപ്പുറം മറ്റ് രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊന്നും അവർക്കില്ല. You know, it's really not my concern. I am just here to campaign for Azhar, so I am not really bothered about what really happens with which party. That's really not my concern. എന്തായാലും കായിക താരമെന്ന കൗതുകത്തിന്റെ കൂടെ സിനിമാ താരത്തിന്റെ സാന്നിധ്യം കൂടിയാകുമ്പോൾ സവോയ് മാധവ്പൂരിൽ ജയിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസും അസറും. ലിജോ വർഗീസ്, മീഡിയ 1. ഇതോടുകൂടി പോളിംഗ് ബൂത്ത് അവസാനിക്കുന്നു. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശേഷങ്ങളുമായി തിങ്കളാഴ്ച രാത്രി 10:30 വീണ്ടും കാണാം. ശുഭരാത്രി.